രാഹുലിന്റെ കാര്യത്തിൽ രാജി വേണം എന്ന് ഉറച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ അതിനെപ്പറ്റി നോ കമന്റ്സ്. ഞാൻ പറയാൻ പാടില്ല. ഞാൻ ഒന്നും പറയാൻ പാടില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഇന്നലെ പത്തനംതിട്ടയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒരു പ്രതികരണം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. മുകേഷുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം അതൊരു പീഡനമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല, രാഹുലിൻ്റെത് കുറെ കൂടി തീവ്രത കൂടിയതാണ് എന്നുള്ളൊരു കമന്റ് അവരുടെ ഭാഗത്തുനിന്ന് വന്നു. അപ്പം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത്? അല്ല, ശ്രദ്ധയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയത്തിലും ഇങ്ങനെ ഒരു മലയാളിയായിട്ട് ജനിച്ച ഒരാൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അത് അവരുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറായിട്ടില്ല. അങ്ങനെ വരും. ഇതെല്ലാം കഴിയട്ടെ. ഈ സബ്ജുഡീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പൊളിക്കാൻ വേണ്ടി പല ആൾക്കാരും നോക്കും. കാര്യം നമ്മൾ പൊളിഞ്ഞ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ അത്രയെങ്കിലും ഒരു സാമാന്യ ബോധം നമ്മൾക്ക് വേണം. മനപ്രയാസം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം എന്നെ അത് ഏശിയിട്ടില്ല. കാര്യം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കുറ്റബോധം ഉണ്ടാകും. അയ്യോ, ഞാൻ ചെയ്തതല്ലേ, ഞാൻ ചെയ്ത ഇത് കോടതിയിലിരിക്കുന്നതാണ്, തെളിയിക്കട്ടെ. അതിനകത്തൊരു ഭയങ്കര ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇവർ പറയുന്ന പോലെ ഒന്നും അല്ല എന്നുള്ളത് എനിക്കറിയാമല്ലോ. എന്നാലല്ലേ എനിക്കിത് നേരിടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകത്തില്ലേ. എനിക്കത് ഒരു വശത്തോടെ അതിങ്ങനെ പോയി അതിനകത്തൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളുടെ ശ്രദ്ധ മുഴുക്കെ ഈ കൊല്ലം മണ്ഡലത്തിൽ ഞാൻ ഈ MLA ആയിരിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ വികസനം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ താങ്കളെ വീണ്ടും കൊല്ലത്തെ ജനത പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനാണ് പറഞ്ഞത്. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. വീണ്ടും നമുക്ക് കാണാം.